യെസ് ഗൈസ്, ഒടുവിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഇന്നലെ ജനുവരി 6-ാം തീയതി സ്പോർട്സ് മിനിസ്ട്രി, അതുപോലെ AFF, അതുപോലെ ISL ക്ലബ്സ് എല്ലാവരും കൂടെ ചേർന്ന മീറ്റിംഗിന് ശേഷം ഫെബ്രുവരി 14-ാം തീയതി ISL റീസ്റ്റാർട്ട് ചെയ്യും. ഈ സീസണിലെ ISL ഒരു കട്ട് ഷോട്ട് ലീഗ് ആണെങ്കിലും ഫെബ്രുവരി 14-ാം തീയതി മുതൽ ISL സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത. അപ്പൊ ഈ വാർത്ത ഇതിന്റെ ഡീറ്റെയിൽസിലെ കാര്യങ്ങളെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാം. സോ ഹലോ എവരിവൺ, ഐ ആം അശ്വത് ദേവൻ. ലെറ്റ്സ് അനലൈസ് സം ഫുട്ബോൾ. വെൽക്കം ടു ദേവ് അനലൈസ്. ടീമുകളും ചേർന്നുകൊണ്ട് ഒരു ISL സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് പുതുതായിട്ടുള്ള ന്യൂസ്. അത് റൗണ്ട് റോബിൻ ഗെയിമുകളായിരിക്കും. അതായത് ഒരൊറ്റ ലെഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ സീസൺ വരെ ഉണ്ടായിരുന്ന 2 ലെഗ് ഹോം ആൻഡ് അവേ മാച്ച് അത് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. മൊത്തം 91 മാച്ച്. അത് എവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഷെഡ്യൂളിങ്ങും അതുപോലെ തന്നെ ഫിക്സറിങ്ങും അതൊന്നും തീരുമാനമായിട്ടില്ല. ആ കാര്യത്തിലൊക്കെ ഇപ്പോഴും ക്ലബ്ബുകളുമായിട്ട് AFF മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫെസിലിറ്റി ക്ലബ്ബുകളുടെ കയ്യിലുള്ള ഫെസിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ചില ക്ലബ്ബുകൾക്ക് 7 മാച്ച് ഹോം മാച്ച് കിട്ടും, ചില ക്ലബ്ബുകൾക്ക് 6 കിട്ടും. അങ്ങനെ പല രീതിയിലായിരിക്കും, പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് മാച്ച് ഫിക്സർ ക്രിയേഷന്റെ കാര്യത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം ഒരൊറ്റ ന്യൂട്രലൈസ്ഡ് വെന്യൂവിൽ മാത്രമായിട്ട് നടത്തുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലബ്ബുകളൊന്നും അതിനെ എഗ്രി ചെയ്തില്ല. പ്രത്യേകിച്ച് കാരണം ഗേറ്റ് റവന്യൂ, ടിക്കറ്റ് റവന്യൂ കിട്ടാൻ ഫാൻസിനെ കൊണ്ടുവന്ന് ടിക്കറ്റ് റവന്യൂ എങ്കിലും കുറച്ച് ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിലായിരിക്കണം. ഈവൻ അത് ഇപ്പൊ ഈ ഒരു മോഡലിലാണെന്നുണ്ടെങ്കിൽ ട്രാവൽ കോസ്റ്റ് ഇൻവോൾവ് ആണെങ്കിൽ പോലും ആ ടിക്കറ്റ് റവന്യൂ വഴി അത് തിരിച്ചെടുക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസിലായിരിക്കണം ക്ലബ്ബുകളെല്ലാം. ഹോം ആൻഡ് അവേ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് ഹോം മാച്ചെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോർമാറ്റ് 91 മാച്ച് സിംഗിൾ ലെഗ് ആയിട്ട് നടത്താനുള്ള ഒരു പ്ലാനിലുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാവരും എഗ്രി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന കേട്ട ന്യൂസ് വെച്ചിട്ട് ഒഡീഷ FC മാത്രമാണ് ഇപ്പോഴും എഗ്രി ചെയ്യാത്തത്. ബാക്കി 13 ക്ലബ്ബുകളും എഗ്രി ചെയ്തു എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. ഒഡീഷ FC തേഴ്സ്ഡേ വരെ, അതായത് വ്യാഴാഴ്ച, നാളെ വരെ സമയം ചോദിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് വരെ, ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന മിക്കവാറും വ്യാഴാഴ്ച ആയിരിക്കും. അപ്പോൾ ഇന്ന് വരെ അവർക്ക് ഒരു സമയം വേണമെന്ന് അവർ ചോദിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി AFF വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു ഫിക്സർ വരാനുള്ള സാധ്യത. ഇനി ഇതിൽ പ്ലേ ഓഫ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം ടൈറ്റ് ഷെഡ്യൂളാണ്. മെയ് ഏതാണ്ട് അവസാനമാകുമ്പോഴേക്ക് ലീഗ് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് പ്ലേ ഓഫിനുള്ള സാധ്യതയില്ല. പകരം ലീഗ് പൊസിഷൻ വെച്ചിട്ട് തന്നെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്ലാൻ. ഇതിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലീഗ് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ AFC മാൻഡേറ്റ് വെച്ചിരിക്കുന്നത് 27 മാച്ച് മിനിമം ഒരു ക്ലബ്ബ് കളിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 26 മാച്ച് വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അവര് ഈ ഒരു സീസണിലേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. AFFന്റെ അടുത്ത് ചോദിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിയില്ല. കാരണം AFC കോമ്പറ്റീഷൻ ഒബ്വിയസ്ലി AFC ചാമ്പ്യൻസ് ലീഗ് 2-ഉം അതുപോലെ തന്നെ AFC കപ്പ് കോമ്പറ്റീഷനും കളിക്കണം എന്നുണ്ടെങ്കിൽ AFCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കിട്ടുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോ ഉള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 AFC പൊസിഷൻസ് ആണുള്ളത്. ഒന്ന് AFC ചാമ്പ്യൻസ് ലീഗ് 2-ലേക്ക്, അത് ലീഗ് വിന്നർ ആയിരിക്കും. ടോപ്പ് ഓഫ് ദ ടേബിൾ ആരാണോ ടോപ്പ് ഓഫ് ദ ടേബിൾ വരുന്നത്, അത് മോഹൻ ബഗാൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള ക്ലബിന് കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ AFC കപ്പ് കോമ്പറ്റീഷനിലേക്ക് FC ഗോവ സൂപ്പർ കപ്പ് ജയിച്ചുകൊണ്ട് FC ഗോവയായിരിക്കും അവിടേക്ക് പോകാൻ സാധ്യത കൂടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫിക്സറിങ്ങും അത് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഇതിന്റെ ഓപ്പറേഷൻ റവന്യൂ എങ്ങനെയാണ് ഓപ്പറേഷണൽ കോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 25 കോടി രൂപയുടെ ഒരു ഓപ്പറേഷൻസ് ബഡ്ജറ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 9 കോടി 9.25 കോടി 10 കോടി AFF-ഉം ബാക്കി ക്ലബ്ബുകളെല്ലാം ഓരോ കോടി രൂപ പാർട്ടിസിപ്പേഷൻ ഫീ, അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 14 കോടിയുടെ ആ ഫ്രാഞ്ചൈസി ഫീ എന്നുള്ളതിന്റെ പകരം ഒരൊറ്റ കോടി രൂപ മാത്രം ഒരു പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് എല്ലാ ക്ലബ്ബുകളും അടയ്ക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെയായിരിക്കും, അതിന് എത്രത്തോളം തിരിച്ചു കിട്ടും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് 50% ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അത് കഴിഞ്ഞ് 10% AFF-ന്, 10% പാരച്യൂട്ട് പേയ്മെന്റ് പോവും എന്നൊരു സൈഡിൽ കേൾക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതും മറ്റൊരു സൈഡിൽ കേൾക്കുന്നുണ്ട്. പാരച്യൂട്ട് പേയ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇതിനകത്ത് റെലഗേഷൻ, കാരണം സുപ്രീം കോർട്ട് റെലഗേഷനും പ്രൊമോഷനും വേണം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ ISL അടുത്ത സീസണിലേക്ക് റെലഗേഷൻ വേണ്ടി വരും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെലഗേറ്റ് ചെയ്ത് പോകുന്ന ക്ലബിന് ഒരു പാരച്യൂട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കും
ഒരു 10% അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇനി അത് ഇല്ല എന്നും കേൾക്കുന്നുണ്ട്. ആക്ച്വൽ ന്യൂസ് വന്നിട്ടില്ല. നമുക്ക് ഇതിന്റെ ഒരു എല്ലാ പുതിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നാലേ ഇതിനെ കുറിച്ചൊക്കെയുള്ള അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ കേൾക്കുന്ന റൂമേഴ്സ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് സീസൺ ആയിട്ട് നമുക്ക് സ്റ്റാർ സ്പോർട്സിലും അതുപോലെ ജിയോ നെറ്റ്വർക്കിലൊക്കെ ആയിരുന്നു ഇത് കാണാൻ കിട്ടിയിരുന്നത്. പക്ഷേ ഇനി ISL ഈ സീസണിൽ എന്തായാലും ഈ പറഞ്ഞ ചാനലുകളിലോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് നെറ്റ്വർക്കിലോ ഇതിന് വരാനുള്ള സാധ്യതയില്ല. കാരണം ആരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ DD സ്പോർട്സ് പോലത്തെ ചാനലുകളായിരിക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ വലിയ ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ബാക്കി ഇനി സ്പോൺസേഴ്സ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്പോൺസേഴ്സിന് ഇതുവരെ ഒരു സ്പോൺസറും ആയിട്ടില്ല. അപ്പോൾ സ്പോൺസർ റവന്യൂ വന്നില്ലെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള റവന്യൂ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ആരെടുക്കും എന്നുള്ളൊരു ചോദ്യം മുമ്പിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ 9 എത്രയോ കോടിയാണ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത് 70 കോടിയാണ് കഴിഞ്ഞ സീസണിൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ സീസൺ അത് വെറും 9 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 86% റിഡക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി വരാൻ പോകുന്ന ഈ ഒരു സീസൺ ISL ക്വാളിറ്റി, അതിന്റെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി എത്രത്തോളം മോശമായിരിക്കും എന്നുള്ളത് നമുക്ക് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് തന്നെ ISL കാണാനിരുന്നാലും മതി എന്നുള്ളതാണ് ഫാൻസിനോടും പറയാനുള്ളത്. അതുപോലെ തന്നെ പ്ലെയർ റെമ്യൂണറേഷന്റെ കാര്യത്തിലും ക്ലബുകളും പ്ലെയേഴ്സും തമ്മിൽ ഇപ്പോഴും കോൺട്രാക്ട് നെഗോഷിയേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ റീനെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വരെയുള്ള ISLന്റെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ എത്ര 275 crore ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതിനെ കുറിച്ച്. അപ്പോൾ അതിൽ നിന്ന് ഇപ്രാവശ്യം ഇത്രയും കുറഞ്ഞ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കോൺട്രാക്ട് എല്ലാം വീണ്ടും മാറ്റി എഴുതി പുതിയൊരു കോൺട്രാക്ട് എഴുതാൻ പ്ലേയേഴ്സിന്റെ അടുത്ത് എല്ലാ ക്ലബ്ബുകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 25% സാലറി കട്ടും കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് ഇപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 3 അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കഴിയുന്നവരെയൊക്കെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും. പക്ഷേ ട്രാൻസ്ഫേഴ്സും കാര്യമായ ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളതും അതുപോലെ തന്നെ എത്രത്തോളം ഫോറിൻ പ്ലേയേഴ്സ് പോകാൻ ഇനി ഇപ്പോൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്രിയാൻ ലൂണയാണെന്നുണ്ടെങ്കിലും നോവ സിദ്ദിഖി അങ്ങനെ ഓരോരുത്തരായിട്ട് പല ക്ലബ്ബുകളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ ഹൈ പ്രൊഫൈൽ ഫോറിൻ പ്ലേയേഴ്സിനെയൊക്കെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കോൺട്രാക്ട് വീണ്ടും റീനെഗോഷിയേറ്റ് ചെയ്ത് പ്ലേയേഴ്സിന്റെ സാലറി ഒക്കെ കുറയാനുള്ള കാര്യങ്ങൾ കാണും. കാരണം എന്നാലേ ഓപ്പറേഷണൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ മാനേജബിൾ ആവുള്ളൂ. ഇപ്പൊ 14 ക്ലബ്ബുകളിൽ 13 ക്ലബ്ബ് എഗ്രി ചെയ്തു. ഒഡീഷ FC എഗ്രിമെന്റ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും 1-2 ദിവസങ്ങളിൽ അത് ആ ഒരു കാര്യത്തിൽ ഒരു കാര്യം തീരുമാനമാവും. അപ്പൊ 14 ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ ISL കളിച്ചതിൽ 13 ക്ലബ്ബുകളിൽ ഹൈദരാബാദ് FC മാറി ഇപ്പോൾ ഡൽഹി സൂപ്പർ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആയി മാറിയിരിക്കുകയാണ്. അതുപോലെ 14ാമത്തെ ക്ലബ്ബായിട്ട് ഇന്റർകാശിയാണ് വരുന്നത്. ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ടായി ഇന്റർകാശിയും. അങ്ങനെ മൊത്തം 14 ക്ലബ്ബുകളാണ് ഈ സീസണിൽ കളിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടുള്ള വാർത്തകൾ, അതിന്റെ ഡീറ്റെയിൽസ്. ഇനി കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതലായിട്ട് പുറത്തേക്ക് വരിക. എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രത്യേകിച്ച് ഫിക്സേഴ്സ് എങ്ങനെയായിരിക്കും വരിക, എത്ര ക്ലബ്ബുകൾക്ക് ഹോം ആൻഡ് അവേ ഹോം മാച്ച് എത്ര ക്ലബ്ബുകൾക്ക് കൂടുതൽ കിട്ടും, എത്ര ക്ലബ്ബുകൾക്ക് കുറവ് കിട്ടും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, അതുപോലെ തന്നെ പ്ലേയേഴ്സ് ട്രാൻസ്ഫേഴ്സ്, പിന്നെ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ, അതുപോലെ ഇനി സ്പോൺസേഴ്സ് വരുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഇപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.